മാജിക് കൊണ്ട് ഒന്നും സമ്പാദിക്കാത്ത ഒരാളാണ് എൻ്റെ ഫാദർ. ഒന്നും സമ്പാദിച്ചിട്ടില്ല. 50 കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 രൂപയെങ്കിലും മാറ്റി വയ്ക്കാം എന്ന് ശ്രദ്ധിക്കാൻ. പക്ഷെ മമ്മിയും അങ്ങനെയല്ല, മമ്മിയും ആശുപത്രിയായിരുന്നു. അപ്പം ഭാവിയിൽ എന്താണെന്നുള്ള ചിന്ത രണ്ടുപേർക്കും ഇല്ലായിരുന്നു. രണ്ടുപേരും അപ്പം കിട്ടുന്നത് ഓക്കെ. ഒരിക്കലും നമുക്ക് എന്ന് പറയാൻ ഒരാളെ നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. നമ്മൾ അത്രയും വിശ്വസിച്ച് നമ്മളൊരാളെ കല്യാണം കഴിച്ച് അയാൾക്ക് വേറെ എന്തെങ്കിലും അഫെയറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല. വേറെ കാസ്റ്റുകൾ വരുന്നുണ്ട് എനിക്ക് പ്രപ്പോസൽ, വേറെ കല്യാണം കഴിച്ചോട്ടെന്ന് ചോദിക്കാനൊക്കെ ചിലവരുണ്ട്. പക്ഷെ ഞാൻ എന്താണെന്നറിയോ, ഒരിക്കലും ഇത്രയായിട്ട് എൻ്റെ ബന്ധം പോകും, എൻ്റെ കുടുംബ ബന്ധങ്ങൾ എൻ്റെ അടുത്ത് നറ്റുപോകും അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ. മമ്മൂക്കാണ് 2-3 പടങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ മമ്മൂക്കയെ വിളിച്ച് പറയുന്നത്, നീ നിൻ്റെ കാര്യം ശ്രദ്ധിക്ക്. ഇപ്പം പടങ്ങളൊക്കെ കിട്ടി തുടങ്ങിയപ്പം നമ്മൾ ലാവിഷാക്കരുത്, എത്രയും പെട്ടെന്ന് ഒരു ഫ്ലാറ്റോ എന്തെങ്കിലും വാങ്ങിച്ച് ഞാൻ അറിയണം വാങ്ങിച്ചെന്ന്. അപ്പോൾ എനിക്ക് പേടിയായി. മമ്മൂക്കൊക്കെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഷീലാമാനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് ഞാൻ. ചെയ്യോ? എൻ്റെ ദൈവമേ, എന്തൊരു കാര്യമാണിതൊക്കെ. എൻ്റെ തെസു, എന്തു നല്ല ഡ്രസ്സാണ് തെസു ഇട്ടത്, അയ്യോ എന്നൊക്കെ പറഞ്ഞു. ഈ അനുഭവങ്ങളുടെ ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും വലിയൊരാൾ ചിലപ്പോൾ ഉമ്മയായിരിക്കും. മമ്മി ഭയങ്കര മമ്മിയില്ലേ, മമ്മീൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മി എപ്പോഴും മമ്മിക്ക് സന്തോഷം, മമ്മിക്ക് സങ്കടം വരില്ല. മമ്മി എപ്പോഴും എപ്പോഴും സുഖമില്ലെങ്കിലും മമ്മി എല്ലാം പോസിറ്റീവായി എടുക്കുന്ന ഒരാളാണ്, നെഗറ്റീവായിട്ട് എടുക്കില്ല. ഇപ്പം എനിക്ക് വർക്കില്ലെങ്കിലും എൻ്റെ മമ്മി കുഴപ്പമൊന്നുമില്ല, പരിപാടി വർക്ക് വരുന്ന സമയത്ത് വരും. നീ എന്തിനാ അത്ര ടെൻഷൻ അടിക്കുന്നത്, നമ്മൾ എത്ര എങ്ങനെ ഇരുന്നിട്ടുള്ളതാ, പിന്നെന്താ, അതാണ് വേണ്ടത്. ഞാനും മമ്മിയും 2 മാസമായി ഒന്നും എന്ത് ചെയ്യും. എടി 2 ആവട്ടെ 3 ആവട്ടെ 4 ആവട്ടെ പേടിക്കണ്ട, അപ്പം 6-ാം മാസം വരും നല്ലത്. അല്ല, തെസ്നി ചേച്ചിയുടെ മമ്മിയെ പറ്റി പറയാതിരിക്കാൻ വയ്യ. കാരണം ലിറ്റിൽ ഹാർട്ട്സ് സിനിമയിലാണ് ഒന്നിച്ച് ട്രാവൽ ചെയ്തതും കൂടെ ഉണ്ടായതൊക്കെ ഒന്നിച്ച്. എനിക്ക് തോന്നുന്നു മമ്മി വിളിച്ചതിന് കയ്യും കണക്കുമില്ല. അത്ര തവണ മമ്മി ഇടയ്ക്കിടെ എന്തെടുക്കാ, കഴിച്ചോ, എല്ലാ കാര്യങ്ങളും മമ്മി ഇങ്ങനെ വിളിച്ച് ചേച്ചിയോട് ചോദിക്കും. പണ്ട് മുതലേ സ്കൂളിൽ പഠിക്കുമ്പോഴേ കൂടി. ഇപ്പം മോളുടെ അമ്മ കൂടെ തന്നെ വരുന്നില്ല അല്ലേ? ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടത് നിന്റെ അമ്മനെയാണ് അല്ലേ? ലിറ്റിൽ ഹാർട്ട്സിൽ സെറ്റിലും അമ്മ, എവിടെ പോയാലും പാർവതിക്ക് അമ്മയുണ്ട്. മോളുടെ പ്രായം അതാണ്, അമ്മ വേണം. അതെ, ഇപ്പത്തെ സംബന്ധിച്ച് ഇപ്പം മമ്മി വയസ്സായി, കുറച്ച് പ്രായമായപ്പോൾ കൂടെ വരാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അല്ലെ, മറ്റ് സ്കൂളിൽ പഠിക്കുന്ന യൂത്ത് ഫെസ്റ്റിവലിനും എവിടെ പോകുമ്പോഴും മമ്മി കൂടെയാണ്. എവിടെ മമ്മി ഇല്ലാതെ ഒരു സ്ഥലത്ത് ഞാൻ ഇല്ലാത്ത കഷായം ഇല്ല, പോവില്ല. പിന്നെ അതാണ് ഓരോ നിമിഷവും വിളിച്ചോണ്ടിരിക്കുന്നത്. ലാസ്റ്റ് എൻ്റെ പൊന്നു മമ്മി ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം, സൗകര്യം പോലെ വിളിച്ചോളാം. ഇപ്പം ഞാൻ പറഞ്ഞു, പൊന്നുമമ്മി സൈലന്റിലിടും, വിളിച്ചേക്കരുത്, ഇന്റർവ്യൂ ആണ്. ശരി ഇവിടെ അടുത്ത സ്റ്റോപ്പാണ്, ഇപ്പം ഞാൻ വരും. എന്നിട്ട് ഞാൻ ചായ ഫ്ലാസ്കിലാക്കി വെച്ചു. പിന്നെ ബൊട്ടിക്കിന്ന് മീറ്റിങ്ങിന് ഇടാനുള്ള ചുരിദാറൊക്കെ മേടിച്ച് വരുന്ന സമയത്ത് ബെസ്റ്റ് ബേക്കറിയിൽ നിന്ന് അടയൊക്കെ വാങ്ങിച്ച്, ഇഷ്ടമാണ് അടയൊക്കെ, ചക്കടയൊക്കെ ഇഷ്ടമാണ്, ചക്കട ബണ്ണ് ഒക്കെ വാങ്ങിച്ച് അതും മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചായയും ഫ്ലാസ്കിലാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഇരുന്ന് ഇന്നലത്തെ സീരിയൽ തന്നെയാണ്, റിപ്പീറ്റ് ഉണ്ടല്ലോ, അത് വീണ്ടും കണ്ടോണ്ടിരിക്കും. ഞാൻ എൻ്റെ പൊന്നു മമ്മി ഇത് ഇന്നലെ കണ്ടല്ലോ, അതിനെന്താ ഇന്നും കാണുന്നു, അത് കണ്ടോണ്ടിരിക്കുക. ചായ എടുത്ത് കുടിച്ചോളാം, ഞാനിപ്പോൾ വരാം എന്നിട്ടാ പോകുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഇൻഡസ്ട്രിയിലൊക്കെ വന്നു തുടങ്ങിയോണ്ട് എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. കാരണം നമ്മൾ സർവൈവ് ചെയ്ത് നിൽക്കണ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ചേച്ചി. അപ്പോൾ മമ്മി ചേച്ചിക്ക് തന്ന ഉപദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? മമ്മി എനിക്ക് തന്ന ഉപദേശം, മമ്മി പറയാറുണ്ട്, നന്നായിട്ട് അഭിനയിക്കണം കേട്ടോ, പിന്നെ ആരെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നമ്മൾ പിന്നെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരെ കൊണ്ടൊന്നും ചീത്തപ്പേര് പറയിപ്പിക്കുന്നത്, അതിനൊക്കെ ഭയങ്കര ഇതായിരുന്നു മമ്മി. ഭയങ്കര സേഫായിട്ട് എവിടെയും നമ്മളെ കാത്തു സൂക്ഷിക്കും. മമ്മി ഉണ്ടാവും, ആരുടെ മുമ്പിലും മമ്മി ഉണ്ടാവും. മമ്മി ആയിരിക്കും ആൻസർ പറയാനും, എന്തുണ്ടായാലും മമ്മി തന്നെ ആയിരിക്കും, എന്നെ കൊണ്ടായിരിക്കില്ല കൂടുതലും. അങ്ങനൊരു കാര്യമുണ്ട്. അത് പണ്ട് ചെറുപ്പം മുതലേ കൂടെ തന്നെ ഉള്ളതുകൊണ്ടാണ്. എൻ്റെ ഫാദറിനേലും കൂടുതലും ഞങ്ങൾക്ക് ഞങ്ങളെ മമ്മിനോട് തന്നെ. ഉപ്പച്ചി തന്നെ ഞങ്ങളുടെ പുറകെ നിന്ന് നടക്കുന്ന ആളല്ല, മാജിക്കും കാര്യങ്ങളായിട്ട് പുള്ളിയുടെ ലോകം അതാണ്. പിന്നെ വീട്ടിൽ വരുമ്പോഴുള്ള മാത്രമുള്ള സംസാരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും കൂടെ വരുന്നതും ഇപ്പോൾ യൂത്ത് ഹോസ്റ്റലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, യൂത്ത് ഹോസ്റ്റലിന് പോവുകയാണെങ്കിൽ കൂടെ മമ്മി തന്നെയാണ് വരുന്നത്. എവിടെ പോവുകയാണെങ്കിലും അപ്പോൾ സിനിമയിൽ ഫസ്റ്റ് മുതലേ കൂടെ വരുന്നത് മമ്മി തന്നെയാണ്. എന്നിട്ട് പിന്നെ ഷോർട്ടിന് വിളിക്കുമ്പോൾ ഒരു സിനിമയിലിട്ട് ഏതൊരു സീൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷോർട്ടിന് വിളിക്കും, എടി എവിടെ നിന്നേ, ഞാൻ ഇത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി, കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് പോടിയെന്ന്. അപ്പോൾ KPS ലളിത അടുത്തിരിക്കുന്നുണ്ട്, ലളിത ചേച്ചി
എൻ്റെ മമ്മി അവൾ പോയിട്ട് അഭിനയിക്കട്ടെ, അവളെ മുഖത്തൊരു കുഴപ്പമില്ല, എന്നാലും ഒരു കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിട്ട് എന്നിട്ട് ലിപ്സ്റ്റിക് എടുത്തിട്ട് വാ വൈകിട്ട് തരാം, വാ ഇങ്ങോട്ട് വാ, അയ്യാടാ അങ്ങനെയൊക്കെ കാണിക്കും മമ്മി. ലളിത ചേച്ചി അതെന്നും പറഞ്ഞ് ചിരിക്കാറുണ്ട് മമ്മീൻ്റെ കാര്യം. ഒത്തിരി ലിപ്സ്റ്റിക് ഇട്ട് ഓടിയത് എൻ്റെ അടുത്ത് പറയും. അപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് മമ്മി. അഭിനയിക്കണൊക്കെ നോക്കി നിന്നിട്ട് വന്നിട്ട് പറയോ ശരിയായില്ല കുറച്ചുകൂടെ ശരിയാക്കണേ? ഒരു പ്രാവശ്യം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ഒരു സിനിമയിൽ മമ്മി എന്ന് വിളിക്കുന്ന ക്യാരക്ടർ എൻ്റെ അമ്മനെ. അപ്പം മമ്മി അപ്പുറം റൂമിൽ കിടന്ന് ഉറങ്ങാണ്, കുറേ നേരമായല്ലോ. അപ്പം ഞാൻ മമ്മി എന്ന് വിളിച്ചപ്പോൾ ക്യാമറൻ്റെ മുമ്പിലേക്ക് എന്താണ് എന്നെ വിളിച്ചത് ഓടി വന്നിട്ട് ഡയറക്ടർ കട്ട്, ആ തെസ്നികാൻ്റെ മമ്മീനെ അവിടെ നിന്ന് മാറ്റി. പാവം അറിഞ്ഞില്ല അല്ലേ? അറിഞ്ഞില്ല, തെസ്നികാൻ്റെ മമ്മീനെ അവിടെ നിന്ന് മാറ്റി. ഇങ്ങനോട് ആരാ വരാൻ പറഞ്ഞേ? എന്നെ അവള് വിളിച്ചില്ലേ, നിങ്ങളല്ലേ വിളിച്ചത് മമ്മി, ഇവിടുത്തെ മമ്മീനെ വിളിച്ചത്. അങ്ങനത്തെ സാധനം മമ്മി. അങ്ങനെ അതേപോലെ പിന്നെ സെറ്റിൽ വരുമ്പം കുറേ പലഹാരങ്ങളൊക്കെ കൊണ്ടുവരും. നുറുക്ക്, അത് ആപ്പിൾ, ഇതൊക്കെ കവറിൽ കൊണ്ടുവരും. എനിക്കല്ല തിന്നാൻ തരുന്നത് കൂടുതലും, ബാക്കിയുള്ളവർക്ക് മുറിച്ച് എന്നാൽ അവിടെ സെറ്റിലൊക്കെ ഉണ്ടാവും, കൊടുക്കും. അതേപോലെ സിനിമാ ഹാളിലും അതേ കവറിൽ കൊണ്ടുപോയിട്ട് സിനിമ കസിൻസൊക്കെ ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് തുടങ്ങും ആപ്പിളിൽ അറ്റത്ത് ഇരിക്കുള്ളൂ പുള്ളിക്കാരി. എന്താ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ആപ്പിൾ ഇതൊക്കെ മുറിച്ചിട്ട് കൊടുക്ക് പാസ് ചെയ്യാം. അപ്പോൾ ഈ കവറിങ്ങനെ ഈ പ്ലാസ്റ്റിക് കവറിലാണ് ഈ സാധനങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ ഈ കവർ ബാഗിൽ നിന്ന് എടുക്കുമ്പോൾ ഈ ഒച്ച കവറിൻ്റെ ഒച്ച ഉണ്ടാവില്ലേ, ഈ കവറിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ മുമ്പിലിരിക്കുന്നവർ തിരിഞ്ഞു നോക്കും, പ്ലീസ് ഒന്ന് സൈലൻ്റ്. അപ്പോൾ പതുക്കെ കവർ ഒച്ചപ്പെടുത്താതിരിക്കും. പിന്നെ കവർ ആപ്പിളും മുന്തിരിങ്ങ കിടക്കുമ്പോൾ പിന്നെയും കവർ എന്നിട്ട് അവരൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് ഭയങ്കര ശല്യമാണ് മമ്മി ഉണ്ടായി കഴിഞ്ഞാൽ. ഈ ഇവരത് എന്നിട്ട് മുമ്പിലിരിക്കുന്നവർ പറയും ഇവർ തിന്നാനാണോ വന്നത്, സിനിമ കാണാനാ വന്നത്. സ്നേഹം കൊണ്ട് അരിഞ്ഞു കൊടുക്കണേ. അല്ല, ഈ ചക്ക വറുത്തതും കപ്പ വറുത്തതും ഒക്കെ ഒച്ച ഉണ്ടാവുമല്ലോ, സൈലന്റ് ആയിരിക്കുമല്ലോ. സിനിമ എല്ലാവരും സൈലന്റ് കാണുമ്പോൾ ഈ ശബ്ദമാണല്ലോ. അതാ ഇതിപ്പോൾ സെറ്റിൽ മമ്മി കിട്ടും മമ്മി എല്ലാം, എന്നാലും മമ്മിക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് മമ്മിയുടെ വക മമ്മി കൊണ്ടുവരും. ആനീസ് കിച്ചണിൽ ഇപ്പോൾ ഈ അടുത്ത് പോയി. ആനീസ് കിച്ചണിൽ പോയി കഴിഞ്ഞപ്പം മുന്തിരിങ്ങ ആപ്പിളൊക്കെ കയ്യിൽ വെച്ചു. ആനി അവിടെ അതൊക്കെ നോമ്പ് തുറ പുതിയ എപ്പിസോഡായിരുന്നു, അതൊക്കെ അവിടെ ഉണ്ട്. എന്നിട്ട് ആനിക്ക് കവർന്ന് എടുത്തിട്ട് മോളെ മുന്തിരിങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്, വേണോ അങ്ങനെ പറയുന്ന. പക്ഷെ മമ്മിക്ക് ഈ ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി മമ്മി നന്നായി ഡാൻസ് ചെയ്യും. മമ്മി പണ്ട് പിന്നെ എന്താണ് അവിടെ ചന്ദ്രിക മിസ്സിൻ്റെ അടുത്തൊക്കെ പഠിച്ചതാണ്, കലാമണ്ഡലം ചന്ദ്രിക. എന്നെയും പഠിപ്പിച്ച ബേസിക് അവിടെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ പഠിച്ച സമയത്ത് മമ്മി കെ ടി മുഹമ്മദ് എഴുതിയ നാടകമാണെന്ന് അറിയില്ല, ഇനി കെ ടി മുഹമ്മദ് ജഡ്ജി ആയ സമയത്ത് സ്കൂളിൽ നാടകം കളിച്ചപ്പം ഏറ്റവും നല്ല ആക്ട്രസിനുള്ള അവാർഡ് കിട്ടി. 4 പേരെ ഡൽഹിക്ക് തിരഞ്ഞെടുത്തു. ഭയങ്കര ചുരിദാറൊക്കെ ഇട്ട് ഭയങ്കര സ്മാർട്ടാള്. അപ്പം പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ ഡൽഹിയിൽ സെലക്ഷൻ കിട്ടി എന്നൊക്കെ മമ്മി പറഞ്ഞ കാലത്ത് മമ്മിയുടെ ഉമ്മ എൻ്റെ മോളെ ഞാൻ വിടില്ല ഡൽഹിയിലേക്ക് എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളമായി. അതോടുകൂടി കല തീർന്ന് വേഗം കെട്ടിച്ച് വിട്ടോളണം. ഡൽഹിയിലും ഹൈദരാബാദൊന്നും പോയിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട, സ്കൂളിൽ നാടകം കളിച്ചും മതി. അന്ന് SK പൊറ്റക്കാട് കെ ടി മുഹമ്മദൊക്കെ ആയിരുന്നു ജഡ്ജി ആയിട്ടുള്ളത്. അങ്ങനെ നന്നായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യും ആളിപ്പോഴും. എന്നിട്ട് ഇപ്പം എൻ്റെ അടുത്ത് ഇറക്ക് പറയാറുണ്ട്, എടി വൈറലാക്കാൻ എൻ്റെ ഡാൻസ് എടുക്കുമെന്ന് പറയും. എന്നെ ഒരുക്ക്, ഞാൻ ഡാൻസ് കളിക്കട്ടെ, നീ അത് എടുക്ക്, എനിക്ക് വൈറലാവണമെന്ന്. എനിക്ക് മമ്മിക്ക് എവിടെ നിന്ന് കിട്ടി മമ്മി വൈറലാവലും ഡാൻസ് ഒക്കെ അല്ല, അങ്ങനെ അമ്മമാരൊക്കെ കളിച്ചാൽ ആൾക്കാർ കാണൂലേ എന്നൊക്കെ ചോദിക്കുക എൻ്റെ അടുത്ത്. ചേച്ചി എനിക്ക് എന്താണെന്നറിയോ, ചെയ്യിക്കുന്ന കാര്യമല്ല. ഈ അടുത്ത് കസിൻസിൻ്റെ ഒരു കല്യാണം ഉണ്ടായിച്ചൊരു ഒരു വർഷം മുമ്പ്. അപ്പോൾ ഈ തലേന്ന് മൈലാഞ്ചി ഉണ്ടാവുമല്ലോ, മൈലാഞ്ചിക്ക് ഇങ്ങനെ സ്റ്റേജിൽ മണവാട്ടിനെ വെച്ചിട്ട് ഇങ്ങനെ ഗാനമേള നടന്നുകൊണ്ടിരിക്കുമ്പോൾ 30 സാരിയൊക്കെ കുത്തി ഇറങ്ങി കുട്ടികളെ കൂടെ. എന്നിട്ട് കുട്ടികളെ കൂടെ ടക്കട്ട ഡാൻസ് ആയിരുന്നു. ഈ ഡാൻസ് കളിച്ചപ്പോൾ ഏതൊരു പയ്യൻ ഓടിയത് അതാ കിടക്കുന്നത് താഴെ, കാല് തട്ടി വീണ് കഴിഞ്ഞാൽ എൻ്റെ അന്നോന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് ഓടിപ്പോയി പിടിച്ചിട്ട് ഒന്നുമില്ല. ഞാനിങ്ങനെ കുറേ നേരം നോക്കി, കാരണം എനിക്കല്ലേ പണി. ഞാനിങ്ങനെ ഒന്നും മിണ്ടിയില്ല. അപ്പൊക്കെ സഹിച്ച് നിന്നിട്ടോ. എറണാകുളത്ത് എത്തിയ പിന്നെ ഞാൻ റീനയിൽ കൊണ്ടുപോകേണ്ടി വന്നു. പിന്നെ ഇവിടെ കൊണ്ട് ഭയങ്കര നീരൊക്കെ വന്ന് ഭയങ്കര പ്രശ്നമായി. പിന്നെ പൊന്നു മമ്മി ഡാൻസ് കളിക്കല്ലേ, കാരണം എനിക്കാടെ പാട്, ഞാനല്ലേ കൊണ്ടുപോകേണ്ടത്, വേറെ ആരും നോക്കാനുണ്ട്. വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാം. അതേപോലെ ഒരു പെയിന്റിന്റെ ഒരു അമ്മയും മോളും കളിക്കുന്ന ഡാൻസ് ഇല്ലേ, അത് കാണാപ്പാടാ പുള്ളിക്കാരിക്ക്. അത് ആ സ്ത്രീ അവിടെ കളിക്കുന്ന സമയത്ത് മമ്മിയുടെ സ്റ്റെപ്പ് ഇടും. അത് TV നോക്കിയിട്ട് നന്നായില്ലേ, ഞാനിതിൽ നന്നായി ചെയ്യുന്നില്ലേ ഡാൻസ് എന്നൊക്കെ ചോറി. അതെ,
ഇപ്പൊ ചേച്ചി ഇപ്പൊ ട്രെൻഡിങ് മമ്മിയൊക്കെ ഇത്രയും കാര്യം പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കാം, നമ്മളും ഈ പറഞ്ഞ പോലെ നമ്മളുടെ പേര് മറന്നു പോവാതിരിക്കുക, ഇപ്പൊ തെസ്നീക എന്ന് പറയുന്ന ഒരാളെ മറന്നു പോവാതിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. മറക്കാതെ നമ്മളെല്ലാവരും എന്നും ഓർത്തിരിക്കണം. ഇപ്പൊ ഞാൻ ചേച്ചിയുടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആളാണ്, ഞാനും റീൽസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഞാൻ എന്ത് ആക്റ്റീവായിട്ടാണ് ചേച്ചിയൊക്കെ ഇപ്പോഴും ഓരോ ഡാൻസ് ആണെങ്കിലും ആക്ടിങ്ങിന്റെ ചെറിയ ബിറ്റ്സ് ഒക്കെ ആണെങ്കിലും റീലൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്ന് പറഞ്ഞ റീൽസ് ഒക്കെ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ ഈ പറഞ്ഞ ഒരു സർവൈവിങ് ചേച്ചിനെ ആരും മറക്കുക. സെൽഫ് മാർക്കറ്റിംഗ് നല്ലോ വേണം. ഇപ്പോഴത്തെ കാലത്ത് അത് അത്യാവശ്യം. നമ്മൾ പണ്ട് മൊബൈലൊന്നും ഇല്ലാത്ത കാലമല്ലേ, അപ്പം നമുക്ക് വല്ല നാനാ ഫിലിം ഐസി വെള്ളി നക്ഷത്രത്തിലൊക്കെ വരുമ്പോഴാണ് നമ്മളെ കാണുന്നത് തന്നെ അല്ലേ, അല്ലാതെ ആർക്കും അറിഞ്ഞൂടാ. ഇപ്പം എന്ന് പറയുന്നത് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഇല്ലാത്ത ഒരു കുട്ടി പോലും ഇല്ല അല്ലേ. അപ്പം ഇതിങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കുമ്പം നമ്മൾ ലൈവായിട്ട് നിൽക്കണം എപ്പോഴും. അതിലൊരു മടിയൊന്നും വിചാരിക്കരുത്. അതിൽ പ്രായപരിധിയൊന്നുമില്ല. ഡാൻസ് ആയാലോ അഭിനയായാലോ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. കമൻസ് ഒക്കെ ചിലപ്പോൾ ബാഡൊക്കെ കിട്ടിയെന്ന് വരുന്നത് അതൊക്കെ പോട്ടെ, അത് ചേട്ടന്മാരൊക്കെ ഇട്ടോട്ടെ ഇഷ്ടം പോലെ. പക്ഷെ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരിപ്പോഴും ഉണ്ടല്ലേ, ജീവിച്ചിരിപ്പുണ്ടല്ലേ എന്നെങ്കിലും പറയുമല്ലോ. അത് കറക്റ്റാ. ഓക്കെ, ഇപ്പൊ മമ്മിയുടെ കാര്യം പറഞ്ഞോണ്ട് ഇനി ഉപ്പയുടെ കാര്യത്തിലേക്ക് വരാം. ഉപ്പ എങ്ങനെയായിരുന്നു? സ്ട്രിക്റ്റ് ആയിരുന്നോ? അങ്ങനെ സ്ട്രിക്റ്റ് ഒന്നുമില്ല, പക്ഷെ ആള് ഭയങ്കര കോമഡിയാ. മാജിക് ഒക്കെ ഭയങ്കര ഹ്യൂമറില കാണിക്കുന്ന ഒരാളാണ്. ഒരു ഐറ്റം ചെയ്യുകയാണെങ്കിൽ ആ ഐറ്റം ഭയങ്കര തമാശ കൂടെ അതിനൊരു കഥ ഉണ്ടാക്കും. ഒരമ്മ ഒരു കുട്ടി ഇങ്ങനെ ടൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടിയെ കാണാനില്ല. കുട്ടിയെ കാണാണ്ടിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ കൈ പിടിച്ച് 3 പേരും കൂടി പോയിക്കൊണ്ടിരിക്കും. കുട്ടിയെ കാണാതിരിക്കുന്ന സമയത്ത് ഇവർ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അമ്മയും അച്ഛനും കൂടി കൈ പിടിച്ചിട്ട് 1 2 3 എന്ന് പറഞ്ഞ് ഇങ്ങനെ തുറന്നപ്പോൾ കുട്ടി തടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു ഐറ്റം അങ്ങോട്ട് കാണിക്കും. ഞാനൊക്കെ ഇങ്ങനെ നെട്ടി നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ഐറ്റമിനും ഓരോ കഥയുണ്ടാക്കും. വാഴക്കുന്ന് നമ്പൂതിരിയുടെ ശിഷ്യനായിരുന്നു ഫാദർ. അത് കഴിഞ്ഞ് പിന്നെ PC സർക്കാരിൻ്റെ അടുത്ത് പോയി കൽക്കട്ടയിൽ പോയി മാജിക് പഠിച്ചു. അങ്ങനെയാണ് അലിഖാൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. 50 വർഷത്തോളം മാജിക് ഉണ്ടായിരുന്നു. 50 വർഷത്തോളം മാജിക് ഫീൽഡിലുണ്ടായിരുന്നു. മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് വരെ മാജിക്കിന് പോയ ആളായിരുന്നു. ചേച്ചിയുടെ ഏതാ ലാസ്റ്റ് മൂവി? കാര്യസ്ഥൻ കണ്ടു കഴിഞ്ഞ് നീ ജീവിച്ചൊക്കെ പോയിക്കോളും മോള്, നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. നന്നായി ചെയ്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു. പിന്നെ ലിവർ സിറോസിസ് ആയിരുന്നു ആൾക്ക് അസുഖം. പിന്നെ അങ്ങ് ഒരാഴ്ച കിടക്കേണ്ടി വന്നോളൂ. അപ്പോഴേക്കും പിന്നെ കുറച്ച് സീരിയസ് ആയിപ്പോയി. ഓക്കെ, ഇപ്പൊ 50 വർഷം മാജിക് എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ കുട്ടിക്കാലം തൊട്ടേ ഉപ്പ അത് ചെയ്യുന്നുണ്ടാവല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കുമല്ലോ. അപ്പൊ ഈ മാജിക് ചെയ്യുന്ന സമയത്തൊക്കെ ചേച്ചി എങ്ങനെയായിരുന്നു ഇതൊക്കെ? ഞങ്ങളായിരുന്നു മെയിൻ അസിസ്റ്റൻസ്. മമ്മീനെ കുരിശി കെട്ടുന്നു, മമ്മീൻ്റെ നാക്ക് മുറിക്കും, എന്നിട്ട് ബ്ലഡ് സർക്കുലേഷൻ നിർത്തിയിട്ട് നാക്ക് പുറത്തേക്ക് എടുത്ത് പെണ്ണുങ്ങൾക്ക് ഏറ്റവും ദോഷകരമായ സംഭവം ഞാൻ കട്ട് ചെയ്യാൻ പോവാണെന്ന് പറയും. എന്നിട്ട് ഹിപ്നോട്ടിസം ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ നിർത്തിയിട്ട് നാവ് ഇങ്ങനെ പുറത്തെടുക്കും. എന്നിട്ട് ആ നാവ് കട്ട് ചെയ്തിട്ട് ഓഡിയൻസിന് കാണിച്ച് ഓഡിയൻസിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കും. എല്ലാ സ്ഥലത്തും ഈ മമ്മിയുടെ നാവ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു കമ്പൗണ്ടറോ ഒരു നേഴ്സോ ഒരു ഡോക്ടറോ ആരെങ്കിലും ഇല്ലാതിരിക്കില്ല. മെഡിക്കൽ ഫീൽഡിൽ ആരെങ്കിലും ഉണ്ടാവും ഓഡിയൻസിൽ. അപ്പോൾ അവർ പറയും കറക്റ്റ് നാവ് തന്നെയാണെന്ന് പറയും. അവരെ കൊണ്ട് പരിശോധിക്കും, ശരിക്കും കട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ ആ നാവ് കൊണ്ടുവന്നിട്ട് പിന്നെ വീണ്ടും ഒട്ടിച്ച് അകത്തേക്ക് തള്ളി 1 2 3 എന്ന് പറഞ്ഞ് ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ യഥാർത്ഥ നാവായിട്ട് വരും. മാജിക്കാണ് അത്, നാവാണ് മാജിക്കുമാണ്. അപ്പോൾ പിന്നെ എല്ലാത്തിലും ട്രിക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ എന്നെ വാളിൽ കിടത്തും, 3 വാളിൽ കിടത്തും, ഒരു 2 വാൾ എടുത്ത് കളയും, അനിയത്തിന് വായുവിൽ കിടത്തും. ഞങ്ങളൊക്കെ തന്നെയായിരുന്നു ഞങ്ങളിങ്ങനെ പോകും. പണ്ടൊക്കെ ഓട്ടോയിലായിരുന്നു മാജിക്കിന് പോവാ, പിന്നെ കാറിനായി, പിന്നെ ടെമ്പോ ട്രാവലറിനായി. അങ്ങനെ മാറ്റം വന്നു വലുതാവും തോറും. അങ്ങനെ വന്നു. പിന്നെ ഞങ്ങളെടുത്ത് പൊക്കാൻ പറ്റാത്ത സ്ഥിതിയായി. വലിയ കുട്ടികളായില്ല, അസിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ മെയിൻ ഐറ്റംസ് ഒക്കെ നിർത്തി പുള്ളിക്കാരൻ ചെറിയ 1 man ഷോ ആയി. പിന്നെ ചേച്ചി ചെയ്യുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പഠിച്ച കുറച്ചൊക്കെ ഫാദർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എനിക്ക്. അങ്ങനെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിത് പ്രൊഫഷണലായിട്ട് എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ മാജിക് കൊണ്ട് ഒന്നും സമ്പാദിക്കാത്ത ഒരാളാണ് എൻ്റെ ഫാദർ. ഒന്നും സമ്പാദിച്ചിട്ടില്ല. സീരിയസ്ലി. കാരണം അന്നൊക്കെ എന്താ കിട്ടുക, തുച്ഛമായ പൈസയല്ലേ കിട്ടുള്ളൂ. അന്ന് ഏറ്റവും വലിയ ഷോയ്ക്ക് 3500 രൂപയ്ക്കേ കിട്ടുള്ളൂ. പക്ഷേ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അന്ന് വാടക 250 150 രൂപയ്ക്കാണ് വാടക ആ കാലത്ത്. അപ്പം 3500 രൂപ കിട്ടാന്ന് പറയുന്നത് നല്ല കിട്ടലല്ലേ. പിന്നെ ഞങ്ങൾ സ്കൂളിൽ കോൺവെന്റിലാണ് പഠിക്കുന്നത്. സ്കൂൾ ചെലവ് കാര്യങ്ങൾ, പിന്നെ ടൂറ് പോകുമ്പം കന്യാസ്ത്രീകളുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ കോൺവെന്റ് പഠിക്കുമ്പോൾ അറിയാലോ എപ്പോഴും ചിലവാണ് ഓരോ കാര്യങ്ങൾക്ക്. അപ്പോൾ എന്തായാലും യൂത്ത് ഫെസ്റ്റിവലിന് കാശ്, പിന്നെ ഡിസ്ട്രിക്റ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ 500 രൂപ ചോദിക്കും. അപ്പോൾ അത് കൊടുക്കണം. പിന്നെ നമുക്ക് പിന്നെ ബാൻഡിൻ്റെ ഇത്, ട്യൂഷൻ ഫീസ്, അങ്ങനെ ഒരുപാട് ചിലവുകളൊക്കെ. അപ്പോൾ ചിലവും കാര്യങ്ങളും ഡ്രസ്സും വാടകയും ഒക്കെ ആയിട്ട് ആശ്വാസമായിരുന്നു. കാര്യങ്ങൾ നടക്കും, സമ്പാദ്യമില്ലായിരുന്നു.
പക്ഷെ അപ്പൊ എങ്ങനെ സർവൈവ് ചെയ്തു ചേച്ചി ആ ടൈമിലൊക്കെ? ഉപ്പ മാത്രല്ലേ ജോലിക്ക് പോയി? എനിക്കൊന്നും അറിയില്ല അത് സർവ് ചെയ്ത്. കാരണം മമ്മി ഇപ്പം എന്ത് ചെയ്യും, മമ്മിക്ക് മമ്മിയുടെ വീട്ടിൽ നിന്ന് നല്ല കുറച്ചൊരു 50 പവനോളൊക്കെ അന്ന് ആ കാലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മമ്മി ഓരോ വളകളൊക്കെ കൊണ്ടുപോയി ബാങ്കിലൊക്കെ വെച്ച്. ഇപ്പോൾ സിസ്റ്റർ പറയും ആ ഡിസ്ട്രിക്റ്റിൽ തെസ്നിക്ക് ഒപ്പനയ്ക്ക് ഫസ്റ്റ് പ്രൈസാണ്, നമുക്ക് സ്റ്റേറ്റിൽ പോകണമെങ്കിൽ 500 രൂപ വേണം, ഡ്രസ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ ചിലപ്പോൾ 2-3 ഐറ്റംസിലുണ്ടാവും. ഒപ്പനയിലുണ്ടാവും, തിരുവാതിരക്കളിയിലുണ്ടാവും, ഗ്രൂപ്പ് ഡാൻസിലുണ്ടാവും, ഗാനമേള ഉണ്ടാവും, ഞങ്ങൾക്ക് അതിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും പോകണമെങ്കിൽ അത്രയും ഡ്രസ്സ് നമുക്ക് സ്കൂളിൽ നിന്നാണ് തരുന്നത്. ഇത് തയ്ക്കണമെങ്കിൽ നമ്മൾ ഓരോ കുട്ടികളിൽ നിന്നും അവർ കാശ് ചോദിക്കും. അപ്പം വീട്ടിൽ വന്ന് കരയും, എനിക്കിങ്ങനെ പോകണം, ഡിസ്ട്രിക്റ്റിൽ പോകണ്ട. അപ്പോൾ ഇങ്ങനെ സിസ്റ്റർ പറഞ്ഞെന്ന്. അപ്പം മമ്മി എന്ത് ചെയ്യും, ചിലപ്പം അത് ഉപ്പച്ചിൻ്റെ നിന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മമ്മി എന്ത് ചെയ്യും, അത് എന്തെങ്കിലും ഓർണമെൻറ്റ്സ് എന്തെങ്കിലും കൊണ്ടുപോയി പണയൊക്കെ വെച്ച് അത് നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റും. യൂണിഫോം എന്ന് പറയുന്ന ഷൂ വേണം, ക്യാൻവാസാണ്, ടൈ, സോക്സ്, നല്ല വെൽ ഡ്രസ്സ്. സ്കൂൾ ബസ്സില്ല അന്ന്, ലൈൻ ബസ്സിനാണ് പോകാറ്, കളമശ്ശേരിയിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ഡീസൻറ്റിലൊക്കെ പോകണം. നമുക്ക് നല്ല നല്ല ഡ്രസ്സിങ്, നല്ല കാര്യങ്ങളും. അന്നും ഡ്രസ്സിൽ ഒരു വന്നോ ഇല്ലാത്ത സമയമാണ്, നല്ല ഇതിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സമ്പാദ്യം എന്ന് പറയുന്നില്ല. പിന്നെ ഇവർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, മമ്മി എന്ത് 50 കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10 രൂപയെങ്കിലും മാറ്റി വയ്ക്കാം എന്ന് ശ്രദ്ധിക്കാൻ. പക്ഷെ മമ്മിയും അങ്ങനെയല്ല, മമ്മിയും ആശുപുഷായിരുന്നു, മമ്മിയും ഭയങ്കര ജോളിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഭാവിയിൽ എന്താണെന്നുള്ള ചിന്ത രണ്ടുപേർക്കും ഇല്ലായിരുന്നു. രണ്ടുപേരും അപ്പം കിട്ടുന്നത് ഓക്കെ ലാവിഷ്. ഞാൻ വന്നപ്പോഴാണ് ഭാവിയിൽ എന്തെങ്കിലും നമുക്ക് ഇല്ലെങ്കിൽ പറ്റില്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. അപ്പം ഞാൻ സമ്പാദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ മമ്മിയോട് എന്ത് പറയും, ഇപ്പോഴാണ് രഹസ്യം പൊട്ടിക്കാൻ പോണത്. 50,000 കിട്ടി, 25,000 കിട്ടിയെന്ന് പറയും. അത്ര കിട്ടിയുള്ളൂ. അത്രേ ഉള്ളൂ മമ്മി, ഇതിൽ 25 മാറ്റി വെക്കും. മനസ്സിലായോ? 1 ലക്ഷം കിട്ടുകയാണെങ്കിൽ 50 കിട്ടിയോളും. 50 ഉള്ളു നിനക്കിതില്? മമ്മി 50 ഉള്ളു മമ്മി. മനസ്സിലായോ? 50 കണ്ണടച്ച് മാറ്റി വെക്കും. അപ്പം അങ്ങനെ സേവ് ചെയ്തിട്ടാണ് ഞാൻ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കണ്ട് വളർന്നുകൊണ്ടാണ് ആ സേവിങ്സ് എന്നുള്ളൊരു ഇത്. അല്ല, അത് മാത്രമല്ല, സേവിങ്സ് ചെയ്താലും പിന്നെ സിസ്റ്റർ കല്യാണം കഴിപ്പിച്ചു ഞാൻ നന്നായിട്ട്. പിന്നെ കാറ് നമുക്ക് ആവശ്യമാണ് ഒരു ആർട്ടിസ്റ്റിന്. വീടിനേലും ഉപരി നമുക്ക് കാറാണ് ആദ്യം. ഓട്ടോയിലൊക്കെ ചെന്നിറങ്ങുന്നത് മോശമെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങിയപ്പോൾ പിന്നെ കാറ് വാങ്ങിച്ചു. പിന്നെയാണ് വീടൊന്നും അപ്പോഴും വീടെടുക്കാൻ എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. എറണാകുളം മെട്രോപോളിസ് സിറ്റിയിൽ ബോംബെ പോലെ ആയ ഒരു സിറ്റിയാണ് ഇപ്പോൾ നമ്മുടെ എറണാകുളം. ഈ എറണാകുളത്ത് ഒരു സ്വന്തമായിട്ടൊരു വീട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എടുക്കാന്ന് പറയുന്നത്. അതെ, ചിന്തിക്കാൻ കൂടി പറ്റാത്ത കാര്യമാണ്. കാരണം കോടികളാണ് എവിടെയും സ്ഥലത്തിന് വില അല്ലേ. അപ്പം ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് വീടെടുക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ മമ്മൂക്കാണ് 2-3 പടങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചപ്പോൾ മമ്മൂക്കയാണ് വിളിച്ച് പറയുന്നത്, നീ നിൻ്റെ കാര്യം ശ്രദ്ധിക്ക്, ഇപ്പം പടങ്ങളൊക്കെ കിട്ടി തുടങ്ങിയപ്പം നമ്മൾ ലാവിഷാക്കരുത്, എത്രയും പെട്ടെന്ന് ഒരു ഫ്ലാറ്റോ എന്തെങ്കിലും വാങ്ങിച്ച് ഞാൻ അറിയണം വാങ്ങിച്ചെന്ന്. അപ്പം എനിക്ക് പേടിയായി. മമ്മൂക്കൊക്കെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഇപ്പം ചോദിക്കുന്നത് മുഴുവൻ 75 ലക്ഷം 1 കോടിയൊക്കെയാണ്. എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തമ്മൻ തന്നെ ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻറ്റ് പണി നടക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വേഗം അപ്പോൾ അത് ഓരോ സ്റ്റേജ് കൊടുത്താൽ മതി പണി അനുസരിച്ചിട്ട്. അപ്പോൾ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു അപ്പാർട്ട്മെൻറ്റ് വേഗം റെഡിയാക്കിയത്. അത് ഉപ്പച്ചി മരിച്ചതിന് ശേഷമാണ്. ഉപ്പച്ചിക്ക് താമസിക്കാൻ പറ്റിയില്ല അതിൽ. ഉപ്പച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തമ്മനത്ത് സെറ്റിൽ ആവണം, ഒരു സ്വന്തമായിട്ടൊരു വീട് വേണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഉപ്പച്ചിൻ്റെ വീട്ടുകാരെയും ആശ്രയിക്കില്ല, മമ്മിൻ്റെ വീട്ടുകാരും ആശ്രയിക്കില്ല. രണ്ടുപേരും അങ്ങനത്തെ മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരായതുകൊണ്ടാണ് പറ്റിയത്. കാരണം അവർ ഒന്നും ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് അവരൊക്കെ നല്ല പോസ്റ്റിലും നല്ല പൊസിഷനിലും ആണെങ്കിൽ പോലും അവരൊന്നും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് നമ്മുടേതായൊരു ലോകം, നമ്മുടെ ഒരു കൊച്ച് ഇത് നമുക്ക് നമ്മുടേത് മാത്രം അറിഞ്ഞാൽ മതി. നമ്മുടെ ബുദ്ധിമുട്ടും നമ്മുടെ ഇല്ലായ്മയും നമ്മുടെ ഉള്ളതൊക്കെ നമ്മളിൽ ഒതുങ്ങുക എന്നുള്ളൊരു ഉള്ള ആൾക്കാരായിരുന്നു പാരൻസ്. അതുകൊണ്ടാണ് ആരെ സഹായം ഇല്ലാതായതുകൊണ്ടാണ്. പക്ഷെ ഇപ്പോഴും അതുകൊണ്ട് എല്ലാവരും മുമ്പിലും നമ്മൾ നല്ല എപ്പോഴും നല്ല രീതിയിൽ തന്നെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഉപ്പ ഇതെല്ലാം ഇരുന്ന് കാണുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് കാര്യം. ഇപ്പൊ ഉമ്മയുടെ കാര്യം പറഞ്ഞു, ഉപ്പയുടെ കാര്യം പറഞ്ഞു, സിസ്റ്ററിന്റെ കാര്യം പറഞ്ഞു, അവരുടെ മക്കള് നമ്മൾ ഒന്നിച്ചുള്ളപ്പോൾ അവരുടെ മക്കളെ കുറിച്ച് ചേച്ചി എപ്പോഴും സംസാരിക്കാറുണ്ട്. അമലിന്റെ കാര്യം ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമ്മ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടാ എന്റെ കാലം കഴിഞ്ഞാൽ നിനക്കൊരു കൂട്ട് വേണ്ടേ? ചോദിക്കാറുണ്ട്. ആരാ? ദൈവം. കൂട്ടെന്ന് വെച്ചാൽ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. കാരണം എൻ്റെ പാർവതി ഞാൻ കണ്ടിടത്തോളം മിക്കവരും, ഞാൻ അറിയുന്ന എല്ലാവരും ഇല്ല കേട്ടോ, എല്ലാവരും ഞാൻ ഒരിക്കലും പറയില്ല, ഞാൻ അറിയുന്ന കല്യാണം കഴിച്ചവരിൽ ചുരുക്കം ചില ആൾക്കാർ
എനിക്ക് അത്ര ശരിയായിട്ട് തോന്നിയിട്ടില്ല. ഒരിക്കലും നമുക്ക് എന്ന് പറയാൻ ഒരാളെ നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. നമ്മൾ അത്രയും വിശ്വസിച്ച് നമ്മളൊരാളെ കല്യാണം കഴിച്ച് അയാൾക്ക് വേറെ എന്തെങ്കിലും അഫെയറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല. കാരണം നമ്മൾക്ക് അത്രയും ഡീപ്പായ ആൾക്കാരാണ്. സ്നേഹിച്ച ഭയങ്കര അറ്റപ്പറ്റ സ്നേഹിക്കും, വെറുത്താൽ പിന്നെ നമ്മൾ ആ വശത്തോട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ നോക്കുമ്പം നമ്മളിപ്പോൾ സുഹൃത്തുക്കളായാൽ പോലും നമ്മുടെ കണ്ണിൽ കാണുന്നത് വൈഫിനെ ചതിക്കുന്നുണ്ട്, ഓപ്പോസിറ്റ് ഉള്ളവർ അയാളുടെ ഹസ്ബൻഡിനെ ചതിക്കുന്നുണ്ട്. അതെ, തിരിച്ചും ചെയ്യുന്നു. അപ്പം അങ്ങനെ കാണുമ്പം അത് അത്രയും പെർഫെക്റ്റ് ചമയാണ്. ഡോക്ടേഴ്സ് ഉണ്ട് അതിൽ, പിന്നെ സാധാരണ ആൾക്കാരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം ഇവരൊക്കെ ഇങ്ങനെ കാണുമ്പം ഇത്രയും പെർഫെക്റ്റായിട്ട് നമ്മളോട് സംസാരിച്ചിട്ട് സ്വന്തം ഹസ്ബൻഡിനെ ചതിക്കുന്ന സ്ത്രീ, സ്വന്തം ഭാര്യയെ ചതിക്കുന്ന ആൾക്കാർ എന്നൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നത്, അപ്പം നമുക്കൊന്നും വേണ്ട. നമ്മളാരും ചതിക്കുന്നില്ലല്ലോ. ഭർത്താവിനെയും ചതിക്കേണ്ട, ഭാര്യനെയും ചതിക്കേണ്ട. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാം. നമുക്ക് ആരോട് സ്നേഹം തോന്നിയാലും നമ്മൾ ആരും ചതിക്കുന്നില്ല. മനസ്സിലായോ? അങ്ങനെ ഒരു ധാരണ നമ്മുടെ മനസ്സിലില്ലേ? അപ്പോൾ തോന്നും എന്തിനാ കല്യാണം കഴിക്കുന്നതെന്ന് തോന്നും. കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. പിന്നെ 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് കെട്ടി, അങ്ങനെ കെട്ടി, എന്തിനാ അതിനൊക്കെ നിൽക്കുന്നത്? ഇപ്പം നമ്മുടെ ജോലി, നമ്മുടെ കാര്യം, ഇപ്പോൾ വിളിക്കാൻ ശല്യപ്പെടുത്താൻ ആരും ഇല്ല. നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, നമുക്കിഷ്ടമുള്ളിടത്ത് പോകാം. ഇപ്പം ലോകത്ത് നമ്മൾ ഇൻഡിപെൻഡൻ്റായി ജീവിച്ച് കാണിച്ചു കൊടുക്കുക നന്നായിട്ട്. അത് നല്ല കാര്യമായിട്ട് എനിക്കിപ്പോൾ തോന്നി. യൂസ്ഡായി ഇപ്പം അങ്ങനെ ഒരു, പിന്നെ കൂട്ട് വേണമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അത് ദൈവം ഇത്രയും നമ്മളാക്കിയില്ലേ, ദൈവം ഇത്ര വരെ എത്തിച്ചു. ഇനി അങ്ങോട്ടേക്കും ദൈവം തന്നെ തീരുമാനിക്കട്ടെ എന്താവണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ. ഇനി പറയാൻ പറ്റില്ല. നല്ലൊരാൾ എങ്ങാനും ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ വരുമോന്നും അറിയില്ല. ഇതുവരെ ഇപ്പോൾ ഓക്കെയാണ്, എല്ലാം കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ഓക്കെയാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ പോട്ടെ എന്നാണ് ഇപ്പം എൻ്റെ ധാരണ. അങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ. പക്ഷേ ഇപ്പോൾ ഒരു ചേച്ചിയുടെ ഒരു 20s ആ ഒരു ഏജ് ടൈമിലൊക്കെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ മമ്മി ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടാവുക, കല്യാണം കഴിക്കണ്ടേ, കല്യാണം കഴിക്കണ്ടേ. ഓരോരോ കാര്യങ്ങൾ വന്നു. കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ച് ഞാൻ സെഫ്നിയെ അനിയത്തിയെ കല്യാണം കഴിപ്പിച്ചു. എനിക്ക് അബദ്ധം പറ്റിയ ആളൊക്കെ തന്നെയാണ് എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് ആ അബദ്ധം ഒരു 2-3 മാസം കൊണ്ട് ഞാൻ കട്ടൗട്ട് ചെയ്തു. കട്ടൗട്ട് ചെയ്യുക മാത്രമല്ല, ശരിയാവില്ല എന്ന് തോന്നി. പിന്നെ എനിക്കൊരു കല്യാണമോ ഒരു വിചാരമോ എനിക്ക് പിന്നെ വന്നില്ല. കാരണം എനിക്ക് പേടി പിടിച്ചു പോയി. നമ്മൾ സമുദായത്തിൽ നമ്മൾ അങ്ങനെ തന്നെ അവരെല്ലല്ലേ കല്യാണം കഴിക്കുക. നമുക്ക് വേറെ കാസ്റ്റിനെ പറ്റില്ല. നമ്മുടെ എല്ലാവരും എൻ്റെ കസിൻസൊക്കെ ഭയങ്കര നല്ല ഇതാണ് എന്നോട് പെറ്റ. മമ്മിയുടെ അനിയത്തിമാരെ മക്കളും, മമ്മിയുടെ അനിയത്തിമാർ തെസു എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അവർക്ക് അവരുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ല. വേറെ കാസ്റ്റുകൾ വരുന്നുണ്ട് എനിക്ക് പ്രപ്പോസൽ, വേറെ കല്യാണം കഴിച്ചോട്ടെന്ന് ചോദിക്കാനൊക്കെ ചിലവരുണ്ട്. പക്ഷെ ഞാൻ എന്താണെന്നറിയോ, ഒരിക്കലും ഇത്രയായിട്ട് എൻ്റെ ബന്ധം പോകും, എൻ്റെ കുടുംബ ബന്ധങ്ങൾ എൻ്റെ അടുത്ത് നറ്റുപോകും. അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ, എൻ്റെ സുഖം നോക്കി പോയി കഴിഞ്ഞാൽ എൻ്റെ ബന്ധങ്ങൾ പോകും. ആ ബന്ധം എനിക്ക് പോവാതിരിക്കാനാണ് താല്പര്യം. എപ്പോഴും അവരെ എനിക്ക് ചേർത്ത് നിർത്തണം. അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് പിന്നെ അത് മമ്മിക്ക് അത് അറിയാവുന്നതുകൊണ്ടായിരിക്കും മമ്മി പിന്നെ ചേച്ചിയെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെയാ പുള്ളിക്കാരിയുടെ തീരുമാനം. നിൻ്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തു. എന്നാലും ഒരു സങ്കടമുണ്ട്. പക്ഷെ അല്ല, എത്രയോ പേര് അങ്ങനെ ജീവിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. അതിപ്പോ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ കല്യാണം കഴിക്കണം നിർബന്ധങ്ങളൊന്നുമില്ല. പിന്നെ നല്ല സ്നേഹമുള്ളൊരു സിസ്റ്റർ ഉണ്ടല്ലോ, അനിയത്തി. അതൊരിക്കലും സ്വഭാവം മാറും. എല്ലാ അനിയത്തിമാരെ പോലത്തെ ഒരു അനിയത്തിയൊന്നുമല്ല. എൻ്റെ കണ്ണ് നനഞ്ഞാൽ വയലൻ്റ് ആവും. ആരാ നിന്നെ കണ്ണ് നനച്ചതെന്ന് ചോദിക്കുന്നൊരു അനിയത്തിയുണ്ട്. പിള്ളേരെന്ന് പറഞ്ഞാൽ മേമാന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാ. അപ്പം പിന്നെ പിള്ളേരുണ്ട്. ചിലപ്പം ഭാവിയിൽ കാല് മാറും എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. ഇപ്പം കാണുന്നവരൊന്നും അല്ലട്ടെ. അവർ ജോലിയൊക്കെ കിട്ടി അവരൊക്കെ വലിയ ആൾക്കാരായി കഴിഞ്ഞാൽ അങ്ങനെ മാറണമെങ്കിൽ മാറട്ടെ. പക്ഷെ ഇപ്പം അവരുണ്ടല്ലോ എൻ്റെ കൂടെ, അത് നോക്കിയാൽ മതിയല്ലോ നമുക്ക്, അല്ലേ? പ്രൊപ്പോസൽസ് ഒക്കെ വരുന്നവരോട് എന്താ ചേച്ചി അപ്പോൾ പറയാ? ഞാൻ ചിരിക്കും. മോനെ വയസ്സായി, മോനെ ഇനി രക്ഷയില്ല, അങ്ങനെ പറയും. മോനെ ഇനി സമയം കഴിഞ്ഞു പോയി, മോനെ ഒരു 10 വർഷം മുമ്പാണെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ എന്ന് പറയും. അയ്യോ എന്നാലും പാവട്ടോ. ഞാൻ ഈ ഗോൾഡൻ വിസയ്ക്ക് വേണ്ടി ദുബായി പോയപ്പം അറ്റ്ലസ് രാമേന്ദ്രൻ്റെ മോളുണ്ട് മഞ്ജു. അവൾക്ക് ഭയങ്കര കാര്യം തന്നെ. ഞാനവിടെ ഫ്ലാറ്റിൽ തിന്നിരുന്നു. അപ്പോൾ അവളൊരു പ്രപ്പോസൽ എനിക്ക് കൊണ്ടുവന്നു. തെസ്നി നല്ല പ്രപ്പോസലാണ്, തെസ്നി ഡോക്ടറാണ്, നല്ലതാണ്, തെസ്നി ഒന്ന് സമ്മതിക്കും, പുള്ളിക്കാരൻ്റെ വൈഫ് മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി, ഞാൻ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് ആഘോഷിക്കുന്ന സമയത്ത് ഇയാളുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് കൊണ്ടുവന്നു ഇവളെ കാണാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ഇടങ്ങണിട്ട് നോക്കി, ഇയാളാണോ? വേണ്ട. കാരണം പുള്ളി ഭയങ്കര സീരിയസ്, കണ്ണടക്ക് വെച്ചിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ചിരിച്ചോണ്ടൊക്കെ നിൽക്കുന്നു. എനിക്കൊരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നോക്കിയപ്പോൾ തന്നെ ഞാൻ മഞ്ജു ഇങ്ങനെ ചോദിച്ചപ്പോൾ മഞ്ജു വേണ്ട.
മഞ്ജു വേണ്ട മഞ്ജു, പേടിയാന്ന് മഞ്ജു വേണ്ട, ആ കൂട്ടിലകപ്പെട്ട കിളിയായി പോകും ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ, വേണ്ട മഞ്ജു എന്ന് പറഞ്ഞു. ടെസ്റ്റിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. അതൊക്കെ അങ്ങനെ പോട്ടെ ചേച്ചി. ചേച്ചിയുടെ ലൈഫ് അങ്ങോട്ട് അടിച്ചു പൊളിക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ പറ്റിയ ഒരാൾ വന്ന അപ്പം നോക്കാം. അപ്പം അപ്പം ഇനിയിപ്പോ കൊറേ ഫിലോമിന ചേച്ചിന്റെ ഒക്കെ പ്രായമായി കഴിഞ്ഞിട്ട് ടെസ്റ്റിനെ കെട്ടാനാണ് ഞാൻ വരട്ടെ. അതിനെന്താ ചേച്ചി ധൈര്യത്തോടെ അത് ചെയ്യണം. അപ്പൊ ഈ പ്രായത്തിലോ മോനെ വാ എന്നാ വാ ഒന്ന് കെട്ടിട്ട് പോവാന്നില്ല. ഇതിന് പ്രായമൊന്നുമില്ല ചേച്ചി, ഒരു പ്രായവും ഇല്ല, ഇതിനൊന്നും ഒരു പ്രായമില്ല. പറ്റിയ ആള് വന്നാൽ ചേച്ചിക്ക് ഈ പറഞ്ഞ ഒരു ടെൻഷൻ ഒന്നുമില്ല, പേടിയില്ലാന്ന് തോന്നുകയാണെങ്കിൽ ചേച്ചി അത് അപ്പൊ ചേച്ചിയുടെ ഇഷ്ടം പോലെ നോക്കി ചെയ്താൽ മതി. നമ്മള് മാജിക്കിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നോണ്ടിരിക്കുക. ചേച്ചി ഒരു മാജിക് കാണിച്ചു തരും എനിക്ക്. മാജിക് എന്നൊക്കെ അങ്ങനെ പെട്ടെന്ന് ഇരുന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും കരുതണം മാജിക്കിന് അല്ലേ. ഇപ്പം പെട്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പം ഈ ഒരു ക്യാമറ വർക്ക് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ ബാക്കിൽ ആരും പാടില്ല. മാജിക് എപ്പോഴും സീക്രറ്റ് ആണല്ലോ. അപ്പം നമ്മൾ കയ്യിൽ ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കുക, 1 2 3 എന്ന് പറയുക, അന്തരീക്ഷത്തിലേക്ക് നീക്കുക, ഒന്നും വരുന്നില്ല. പിന്നെ നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുക, 1 2 3 കൊട്ടിയില്ലേ, നമ്മളിങ്ങനെ ഇങ്ങനെ അടച്ചു, ഒന്ന് ഊതിക്കേ, ഊതിയില്ലേ, കൈ കാണിക്കും, 1 2 3, ഒന്നുമില്ലാത്ത കയ്യിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും എടുക്കുന്നു, പൂവത് കൊടുത്ത്. അതൊരു മാജിക്, അത് ആൻട്രിക്സ് ആണത്. കൈ ഞാൻ കൈ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഒന്നും വല്ലതും കണ്ടോ? ഇല്ല, അത് മാജിക്കാണ്. ആ ക്യാമറ ഓഫ് ചെയ്താ ഇല്ല. ഇനി അതിനെ കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് പ്രാന്താവും. അടുത്ത ക്വസ്റ്റ്യൻ പറയും. ചേച്ചി ഇങ്ങനെ ആലോചിച്ചിരുന്നുണ്ടാവല്ലേ ഉപ്പ ചെയ്യണ സമയം? പിന്നെ ഇഷ്ടം പോലെ. ഞാൻ കണ്ണുകെട്ടി ബൈക്ക് ഓടിച്ചപ്പം ഞാൻ കണ്ണുകെട്ടി എൻ്റെ ഫാദർ ലോകത്തിലെ എല്ലാ ഭാഷകളും എഴുതുന്ന സമയത്ത് ഞാൻ നെട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ണുകെട്ടി ബൈക്ക് ഓടിച്ച സമയത്ത് എനിക്ക് അതൊരു ഒന്നും തോന്നിയില്ല, പുഷ്പം പോലെ ചെയ്തു. പക്ഷെ പുള്ളി മൈദമാവ് കണ്ണിൽ ഒട്ടിച്ചിട്ടാണ് ലോകത്തിലെ എല്ലാ ഭാഷയും എഴുതുന്നത്. ആദ്യം നമ്മൾ അവരെ ഓഡിയൻസ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ പുള്ളിക്കാരൻ എഴുതും, അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പുറത്ത് വന്ന മൈദമാവ് കുഴച്ചത് ഇങ്ങനെ എടുത്തിട്ട് കണ്ണിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തുറക്കാൻ, ഇങ്ങനെ പശയല്ലേ ഒട്ടിയിട്ട്. അപ്പം ഞാൻ ഓർക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതുവരെ ആ സീക്രട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ കണ്ണുകെട്ടി ബൈക്ക് ഓടിച്ച സമയത്ത് എനിക്ക് ആ സീക്രട്ട് എനിക്കറിയാം. അത് മാജിക് ഭയങ്കര സംഭവമല്ലേ. അത് പഠിച്ചാൽ നല്ല സംഭവമാണ്. പക്ഷെ എന്താ വെച്ചാൽ ആർക്കും വിചാരിച്ചാൽ പഠിക്കാൻ പറ്റും. പക്ഷെ ഈ ട്രിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അയ്യേ എന്ന് പറയും, ഇത്ര ഉള്ളതെന്ന് പറയും. അതുകൊണ്ട് മാജിക്കിന്റെ ട്രിക്ക് അങ്ങനെ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ഇതിന്റെ ട്രിക്ക് പറഞ്ഞു തരോ? അത് അങ്ങനെ പറയാൻ പാടില്ല. അതാണ് അതിന്റെ ട്രിക്ക് അല്ലേ? ഓക്കെ, എന്തായാലും ഇത് ഞാൻ എടുക്കാം, ചേച്ചി തന്ന പോവല്ലേ. ഓക്കെ, നമ്മളിപ്പോ ലിറ്റിൽ ഹാർട്സിന്റെ സമയം അന്ന് ചേച്ചിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് വിട്ടു പോയി എന്നുള്ളൊരു ന്യൂസ് കേട്ടപ്പോൾ ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഭയങ്കര വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അതുപോലെ ഇപ്പൊ ഇൻഡസ്ട്രിയിലും ചേച്ചിയുടെ കുറെ സുഹൃത്ത് ബന്ധങ്ങളിൽ വിട്ടുപോയ ഒരാളാണ് സുബി ചേച്ചി. സുബി ചേച്ചിയുടെ നല്ലൊരു ഓർമ്മ എന്തെങ്കിലും പറയാം? സുബി ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ള ഒരാളാണ്, ഭയങ്കര സ്മാർട്ടാണ് പുള്ളിക്കാരി. സുബി ക്ഷീണിതയായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ സുബി മരിക്കുന്നതിൻ്റെ മുമ്പത്തെ ഓണത്തിന് ഞങ്ങൾ ഒരുമിച്ച് ഒരു കൗമുദി ചാനലിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു. സുബിയുടെ ഗ്രൂപ്പും എൻ്റെ ഗ്രൂപ്പുമായിട്ട് 2 ഗ്രൂപ്പായിട്ടുള്ള കോമ്പറ്റീഷനൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു. അത് ഈ കലാരംഗത്ത് കോമഡി ചെയ്യുന്ന എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു, അഭിനയിക്കുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞു, ചേച്ചി ഇന്ന് മിനിഞ്ഞാന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു ചേച്ചി, എനിക്ക് തീരെ വയ്യായിരുന്നു ചേച്ചി, എനിക്ക് അങ്ങനെ ചേച്ചി. ഞാൻ ആലോചിച്ചേ, പക്ഷെ നല്ല രാജകുമാരി പോലത്തെ നല്ല ഉടുപ്പൊക്കെ ഇട്ടാന്ന് വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം നല്ല മിടിക്കായിരിക്കുന്നല്ലോ. ചേച്ചി എന്താണെന്ന് അറിയില്ല ചേച്ചി, വർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ പിന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഞാനങ്ങ് ഉഷാറാവും, എനിക്ക് തീരെ വയ്യ ചേച്ചി, ഇനി പോയി കഴിഞ്ഞാൽ ഒരൊറ്റ കിടത്തോ ചേച്ചി, എന്തെങ്കിലും ഇച്ചിരി കഴിച്ചിട്ട് അങ്ങ് കിടക്കും എന്ന് പറയും. അപ്പോൾ എന്താ ഇച്ചിരി കഴിക്കുക, എന്തെങ്കിലും അങ്ങ് ഇച്ചിരി കഴിക്കും ചേച്ചി. അതിനിങ്ങനെ കഴിക്കാൻ ഇത്ര വേണമെന്നൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ കഴിക്കും, ചിലപ്പോൾ കഴിക്കൂല. അങ്ങനത്തെ ഒരു കുട്ടിയാണത്, ഭയങ്കര പോസിറ്റീവ് വൈബുള്ള ഒരു കുട്ടിയാണ്. ഇതുവരെ ഞങ്ങൾ ഉടക്കണ്ട്, ഇതുവരെ ഞങ്ങൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ഇത്രയും വർഷമായിട്ട് വഴക്കിട്ടിട്ടില്ല. അത്രയും നല്ലൊരു ക്യാരക്ടറാണ് അവളുടെ കാര്യം, ഞാൻ എൻ്റെ കാര്യം. രണ്ടുപേർക്ക് അങ്ങോട്ടും, അത് മെയിൻ കാര്യം, രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുശുമ്പില്ല എന്നുള്ളതാണ്, അസൂയയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടി പോയത്. അതുപോലെ ഇപ്പൊ ഞാൻ ധർമ്മേന്ദ്രനെ ഇന്റർവ്യൂ എടുത്ത സമയം അവിടെ ടെസ്നി ചേച്ചിയുടെ കാര്യം ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര കൂട്ടല്ലേ? ഇപ്പൊ കൊറേ ധർമ്മനെ വിളിച്ചു. ധർമ്മന്റെ 2ാമതും കല്യാണം കഴിഞ്ഞു, മക്കളെ സാക്ഷി നിർത്തി ധർമ്മേന്ദ്രൻ വീണ്ടും കല്യാണം കഴിച്ചു. എന്നെ വിളിച്ചില്ല. അതിന്റെ ഫസ്റ്റ് കുട്ടി ജനിച്ചപ്പോ ഞാൻ പോയിരുന്നു കല്യാണത്തിനെങ്കിലും എന്നെ ഒന്ന് വിളിക്കായിരുന്നു. ധർമ്മജൻ നല്ല ഒരു ഭയങ്കര പെറ്റാ, ഭയങ്കര നല്ല. ഇപ്പോൾ സ്നേച്ചി എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അന്നും ഇന്നൊക്കെ ഒരുപോലെ തന്നെയാണ്.
അപ്പം ധർമ്മജൻ ഒരു ദിവസം ഞങ്ങൾ ഫ്ലാറ്റിൽ താമസിക്കുന്നതിന് മുമ്പ് ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പം ഞാൻ അകത്തിട്ടായിരുന്നു. അപ്പം മമ്മി ധർമ്മജൻ അവിടെ വന്നിട്ട് അമ്മേ എന്തെങ്കിലും താമ്മാന്ന് പറഞ്ഞപ്പോൾ മമ്മി ഇവിടെ ഒന്നുമില്ല പൊയ്ക്കോ എന്ന് പറഞ്ഞേ. അങ്ങനെ പറയല്ലമ്മ എന്തൊക്കെ താമ്മ മമ്മി നിങ്ങളോടല്ലേ പോകാൻ പറഞ്ഞു, ഒന്നുമില്ല പിന്നെ വാ, എന്നാ നിങ്ങളെ മോളെ തരുമോ ദസ്നികാനെ തരുമോ അമ്മാന്ന്. ആരടാ അതെന്ന് പറഞ്ഞ ധർമ്മജൻ. അങ്ങനെയൊക്കെ തമാശക്ക് വന്ന് പറയും. പിന്നെ മമ്മിയായിട്ട് ഭയങ്കര കാര്യമാണ്, മമ്മീനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ധർമ്മനും പിഷാരടിക്കൊക്കെ അതെ മമ്മിയെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവരുടെയൊക്കെ പേരുകൾ മാറ്റി പറയുന്ന ആളാണ് മമ്മി. പിഷാരടിനെ ശങ്കരാടിനെ വിളിക്കുള്ളൂ മമ്മി. കുക്കമ്പറിനെ ഉണ്ടപ്പക്രുവിനെ കുക്കമ്പറേന്നാ വിളിക്കുക. അങ്ങനെ മമ്മി എല്ലാവരും പേര് മാറ്റി മാറ്റി പറയുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ടിൻചേട്ടൻ അല്ലേ, ടിൻചേട്ടനായിട്ടും ടിനി ഞാനും പൊരിഞ്ഞ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ഭയങ്കര സീരിയസ് ആയിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ഭയങ്കര അജാന ശത്രുക്കളായിട്ടുണ്ട്, എന്നാൽ ഭയങ്കര സ്നേഹമായിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളൊരു ആംഗ്ല ബന്ധമാണ് എപ്പോഴും. അവരങ്ങനെയാണല്ലോ, വഴക്കുണ്ടാക്കുകയും ചെയ്യും, സ്നേഹമാണ്. ഇപ്പോൾ ഇലക്ഷൻ എന്നെ വിളിച്ചിരുന്നു, തെസുനി ഞാൻ നിൽക്കുന്നുണ്ട്, നമ്മൾ നല്ല കാര്യം ടിനി, കഴിഞ്ഞ പ്രാവശ്യം ടിനിക്ക് ഞാൻ വോട്ട് തന്നത്, ഈ പ്രാവശ്യം ഞാൻ തന്നിരിക്കും ടിനിക്ക് വോട്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ. പിന്നെ ആ ഭയങ്കര സ്നേഹമായിരുന്നു. ചിലപ്പോൾ ഭയങ്കര ദേഷ്യം കാണിക്കും, മിണ്ടൂല, തെസ്നി ശരിയല്ല, തെസ്നീനും അങ്ങനെ 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 കാണിക്കും. പിന്നെ പറയും പാവ അവരെ കഥയില്ലാത്തതാണ് അങ്ങനെ പറയും. അങ്ങനെ ഭയങ്കര സ്നേഹമുള്ളതാണ്. ഓക്കെ. ഇപ്പൊ പണ്ടൊക്കെ മിമിക്രി ഒക്കെ ചെയ്തിരുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, ചേച്ചിയും ഒരുപാട് ആർട്ടിസ്റ്റുകളെയൊക്കെ അനുകരിച്ചിട്ടൊക്കെ ഇല്ലേ? ഞാൻ അന്ന് അനുകരണം ഇല്ലായിരുന്നു, അന്ന് ഞാൻ എല്ലാവരുടെ കൂടെ സ്കിറ്റുകളായിരുന്നു. അപ്പം ദിലീപ് നാദർഷൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരോട് സ്കിറ്റുകളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. എനിക്കന്ന് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാനോ മിമിക്രി ഒന്നുമല്ല. പിന്നെ കാലക്രമേണ നമ്മൾ ഈ ടീച്ചർമാരൊക്കെ ഇങ്ങനെ അനുകരിച്ച് പണ്ട് അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പം ഷീലാമ്മ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു മിസ്റ്റർ മരുമകൻ ഷീലാമ്മയുടെ കൂടെ ഞാൻ അഭിനയിച്ചപ്പോൾ ഷീലാമ്മക്ക് തെസു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇപ്പം അടുത്ത് പോലും കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചു, തെസു എനിക്ക് ഹലോ തെസ്നിയാണോ? ഞാൻ പറഞ്ഞാൽ അതെ ഞാനോ ഷീലാമ്മേ. മോളെ എനിക്കൊരു ബ്യൂട്ടീഷ്യനെ കൊണ്ടുവരാമോ മോളെ, എനിക്കൊന്ന് പെഡിക്യൂർ മാനിക്യൂറൊക്കെ ഒന്ന് ചെയ്യണം, ഒന്ന് ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന്. അപ്പം ഞാൻ ശരി ഷീലാമ്മേ ഞാൻ പറയാമെന്ന് പറഞ്ഞ് ഞാനൊരു സംഗതി ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ ചെന്ന് എല്ലാം അപ്പം എന്നെ ഇത്രയും വർഷമായിട്ട് ഓർത്ത് 12 വർഷമായി ഷീലാമ്മയായിട്ട് വർക്ക് ചെയ്തിട്ട് ഓർത്ത്. അപ്പം അങ്ങനെ ഷീലാമ്മനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട് ഞാൻ. ചെയ്യോ? എൻ്റെ ദൈവമേ എന്തൊരു കാര്യമാണിതൊക്കെ, എൻ്റെ തെസു എന്ത് നല്ല ഡ്രസ്സാ തെസു ഇട്ടത്, അയ്യോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര. പിന്നെ വാണീഷിനെ അതിനെ പുള്ളിക്കാരി ഭയങ്കര ബോൾഡായിരുന്നു, ഭയങ്കര രസമാണ്, നല്ല സ്നേഹമുള്ളൊരു കുട്ടിയാണ്. തൃശ്ശൂർകാരിയാണ് ആക്ച്വലി. പിന്നെ ചെന്നൈയിലാണല്ലോ അവർ കുറേ തമിഴ് പടമൊക്കെ ചെയ്തത്. അപ്പം ഞാൻ വാണിയുടെ ഫസ്റ്റ് മലയാള പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സമയത്ത് ഭയങ്കര കൂട്ടായിരുന്നു. ആ സമയത്ത് വാണിയായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ വാണിൻ്റെ എന്നോട് ഇങ്ങനെ ചോദിക്കുക, അപ്പം ഞാൻ പറയാം. വാണി ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. എന്തൊക്കെയാണ് പുതിയ സിനിമകൾ എന്തെങ്കിലും? ഇപ്പം ഞാനൊരു പുതിയ സിനിമയിൽ വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആ സിനിമ ചെയ്യാൻ. കാരണം ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വരുന്നത്. ബാബുവേട്ടൻ ഇപ്പം ഒരുപാട് ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം രണ്ടാമതും നല്ല പടങ്ങളിൽ വരുന്നത്. ഇനി സജീവമായിട്ട് പോകണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഓ അടിപൊളി. ശരിയാ, ഭയങ്കര ഒരു ബാസ് വോയിസ് പോലത്തെ ആണല്ലേ പുള്ളിക്കാരുടെ. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം ചേച്ചി. കാരണം ഇങ്ങനെ അനുകരിക്കാൻ പറയുമ്പോഴൊക്കെ മടിയാണ് പൊതുവെ കാണിക്കാറ്. പക്ഷെ ചേച്ചി ശരിയാവോന്നൊന്നും അറിയില്ല, ശരിയാവോന്നുള്ളതല്ല, ആ സ്പോർട്സ് ആൻഡ് മീറ്റിൽ ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. നമ്മൾ വെറുതെ അങ്ങനെ ചെയ്യാം, എന്തെങ്കിലും ചിലപ്പോൾ അങ്ങനെ കയ്യടി കിട്ടും, ചിലപ്പോൾ എന്തെങ്കിലും രണ്ടും അങ്ങനെ ഏറ്റെടുക്കുക, അത്രേ ഉള്ളൂ. എനിക്ക് ഒരുപാട് സന്തോഷം ചേച്ചിയുടെ മകളായിട്ട് അഭിനയിക്കാൻ പറ്റിയത്. എന്നോട് അഭിനയിച്ചവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സെറ്റ്. ഓക്കെ, അപ്പൊ ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റട്ടെ, ഒന്നിച്ച് സിനിമകളൊക്കെ ചെയ്യാനായിട്ട് പറ്റട്ടെ. തീർച്ചയായിട്ടും. ഓൾ ദി ബെസ്റ്റ് ചേച്ചി. താങ്ക് യു സോ മച്ച്.